വാർത്തകൾ തുടരുന്നു. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. അഴീക്കോട് ജെട്ടിയിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KS മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഡേവിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ, CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, CPM ലോക്കൽ സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാം തകർത്ത് തരിപ്പണമാക്കി ജനങ്ങളെ ശത്രുവായി കാണുന്നു. ജനങ്ങളുടെ ഇമാതിരി ഒരു അവസ്ഥയിലേക്ക് അഴീക്കോട് ജങ്കാറിന്റെ അവസ്ഥയേക്കാൾ മോശമായി ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വം ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ സമരം ഇവിടെ ഇപ്പൊ സംഘടിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമരം ഇങ്ങനെ ധർണയും സമരവും പ്രക്ഷോഭവും ഇതൊക്കെ സമരം തന്നെയാണ്. ഒരു ജനാധിപത്യ ഭരണക്രമത്തിന്റെ അകത്ത് പിന്നെ ആത്മാഭിമാനമുള്ള ഭരണാധികാരികളാണ് ഭരണ കസേരയിലെങ്കിൽ ഇത്തരത്തിലുള്ള സമരമില്ലാതെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആത്മാഭിമാനമില്ലാത്തവർ, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവർ നിർഭാഗ്യവശാൽ ഭരണ നേതൃത്വത്തിന്റെ അകത്ത് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാനിടയായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം എന്നാണ്. തളിക്കുളം ജനവേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അർജുൻ, ആർദ്ര എന്നിവരെ അനുമോദിച്ചു. തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിലുള്ള കുടുംബങ്ങളിലായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസ പ്രചോദനം എന്നതിന് യഥാർത്ഥ തെളിവാണ് ഇന്ന് നമ്മൾ സെതിലിക്കാന്റെ വീട്ടുമുറ്റത്ത് കൂടിയ അനുമോദന സദസ്സ്. നമ്മുടെ കേരളത്തിലെ ഇത്തവണത്തെ SSLC വിദ്യാഭ്യാസ റിസൾട്ട് ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാവുന്ന റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ തീരദേശ മണ്ഡലമായ നാട്ടികയിൽ സർക്കാർ സ്കൂളുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം മികവുറ്റ റിസൾട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറയാൻ, കഴിഞ്ഞ തവണയൊക്കെ ചെറിയൊരു റിപ്പോർട്ടിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് സർക്കാർ സ്കൂളുകൾ വളർന്നില്ലെങ്കിലും ഇന്ന് ഈ നിമിഷം വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ 100%, ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ 100%. ജനവേദി പ്രസിഡന്റ് KV രാഹുലൻ അധ്യക്ഷനായി. വലപ്പാട് CI R രതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TK വിനോദൻ മാസ്റ്റർ, AK സന്തോഷ്, AK പ്രകാശൻ, CK വത്സൻ, TA നാരായണൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. തളിക്കുളം CMS സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ 6,49,000 രൂപയാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 55ഓളം കുട്ടികൾക്കായിട്ട് വിതരണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക സഹായം കിട്ടിയ കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വിഹിതമായ 6.5 ലക്ഷം രൂപയോളം ഇന്നിവിടെ വിതരണം നൽകുന്നു. നമ്മുടെ പഞ്ചായത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. സ്കൂളിൻ്റെ പണികൾ കഴിഞ്ഞു. അതിനുശേഷം നടത്തേണ്ട ചില കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വരുന്ന ദിവസങ്ങളിലായി അത് തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, PM അബ്ദുൾ ജബ്ബാർ, ബാബു വല്ലത്ത്, ഷീബ പ്രമോദ്, സിന്ധു സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഗുരുകുലം എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച തൃപ്രയാർ എഡ്യൂക്കേഷൻ എക്സ്പോ 2014 രണ്ടാം ദിവസത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മണപ്പുറത്തെ 70ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വലപ്പാട് CI R രതീഷ് കുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷ ആൾക്കാരും കുട്ടികളും ഈ ഇങ്ങനെ വളർന്നു വരുവാനുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ടെങ്കിലും ഒരുപാട് ഈ PC തോമസ് പോലുള്ള ആദരണീയരായ
ഇങ്ങനെയുള്ള ഒരാളെ ഈ കേരളത്തിലില്ല. അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിനടുത്ത് പോയി പഠിച്ച് ഉയരാനും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. നമുക്ക് തന്നെ അറിയാം, പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പോയ ഒരു കുട്ടിയെ യൂസഫ് മലാലയെ വെടിവെച്ചിട്ട് നമ്മുടെ ഒരു ശത്രുരാജ്യമാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യൂ, വിദ്യ കൊണ്ട് സമ്പന്നനാവും എന്നാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്യാതെ അവൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ടൊരു നിയമനിർമ്മാണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവന് വിദ്യാഭ്യാസം ഉറപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ചെയർമാൻ സമൻകുമാർ പള്ളിക്കടവത്ത് അധ്യക്ഷത വഹിച്ചു. KC സിനീഷ്, ഉണ്ണികൃഷ്ണൻ, സ്വാലിഹ് പരീഖ്, നിഖിൽ മോഹൻ എന്നിവർ സംസാരിച്ചു. വെല്ലൂർ VIT യൂണിവേഴ്സിറ്റി വിഭാഗം തലവൻ ഡോക്ടർ C സിജേഷ് നായർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. കാക്കാത്തുരുത്തി കാളിമലർക്കാവിലമ്മയുടെ ആനന്ദോത്സവം സമാപിച്ചു. ഏപ്രിൽ 25-ന് തുടങ്ങിയ ആനന്ദോത്സവത്തിന്റെ സമാപന ദിവസമായ ചൊവ്വാഴ്ച പെരിഞ്ഞനത്തെ ഡോക്ടർ EP ജനാർദ്ദന്റെ വസതിയിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. കാളിമലർക്കാവിലമ്മ തമ്പുരാട്ടിയെ തേരിലേറ്റി ആനയിച്ച് നടന്ന ഘോഷയാത്രയിൽ വിദേശികളടക്കമുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ കാളിമലർക്കാവിലമ്മ തമ്പുരാട്ടി തങ്കക്കിരീടമണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി അമ്മയുടെ പള്ളിത്തേരിൽ 3000-ൽ പരം മങ്കമാർ പൂത്താലമേന്തി അനേകം പട്ടുകുടകളുടെയും പ്രാചീന കലാരൂപങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് നയനമനോഹരമായ ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്രയിൽ തെയ്യം, കാളകളി, പ്രാചീനകല എന്നിവയും അണിനിരന്നിരുന്നു. ചരമവാർത്ത. കയ്പമംഗലം വഞ്ചിപ്പുര പള്ളത്ത് ശേഖരൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. മൈഥിലി, ശോഭന, അർജുനൻ, വസന്തൻ, വസന്ത, പ്രസന്നൻ, പ്രസാദ് എന്നിവർ മക്കളും കുട്ടൻ, കുഞ്ഞുമോൻ, ഉഷ, ജ്യോതി, ജയറാം, മുത്തുലക്ഷ്മി, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. SN പുരം പോഴങ്കാവിൽ വീടിനു നേരെ ആക്രമണം. തൃപ്രയാർ ചിത്രക്കളരിയുടെ 21ാമത് വർണ്ണോത്സവം മെയ് 3, 4 തീയതികളിൽ നടക്കും. ചന്ദ്രാപിന്നി ഹലുവത്തെരുവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSBU സംഘടിപ്പിച്ച സമ്മർ വെക്കേഷൻ ക്യാമ്പയിൻ സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.